പള്ളുരുത്തിയിലെ ഹൈന്ദവ പൊതുശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി. ശ്മശാനത്തിന്റെ നിലവിലെ അവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പള്ളുരുത്തിയിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഹിന്ദു ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷൻ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. കാലങ്ങളായി ഹിന്ദു ഐക്യവേദി പള്ളുരുത്തിയിലെ ശ്മശാനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ചൂളയിലെ ഗ്രില്ലുകൾ തകർന്നിരിക്കുന്നതിനാൽ പകരം വിറകുകൊള്ളികൾ വെച്ചാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത്. ശ്മശാനത്തിന്റെ നിലവിലെ അവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊച്ചിൻ കോർപ്പറേഷൻ മേയർ അടക്കം വകുപ്പ് തലങ്ങളിലെ അധികാരികളെ അറിയിച്ചിട്ടും ഇവരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. പരാതിയിലെ ആവശ്യങ്ങൾ 4 ചൂളകളിൽ 2 മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. അതിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാനും മറ്റ് 2 ചൂളകളായ ഗ്യാസ് ചൂളകൾ പുനഃക്രമീകരിക്കുവാനും വെള്ളവും വെളിച്ചവും കാടുപിടിച്ച ചുറ്റുപാടും കൂടാതെ മുൻവശം പൊളിഞ്ഞുകിടക്കുന്ന ചുറ്റുമതിലിന്റെയും ഗേറ്റിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിത്തരണമെന്നതാണ്. ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് അധ്യക്ഷൻ TP പത്മനാഭന്റെ അധ്യക്ഷതയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടനാ സെക്രട്ടറി PV ജയകുമാർ സ്വാഗതം ആശംസിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷൻ സുബ്രഹ്മണ്യൻ പ്രതിഷേധ കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു താല്പര്യമാണ് ഒരു നല്ലൊരു ശ്മശാനം. അന്ന് ഏതാണ്ട് 1 കോടി രൂപ ചെലവ് ചെയ്ത് പശ്ചിമഘട്ടത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ശ്മശാനം ഇവിടെ പണിതു. നമ്മളൊക്കെ വളരെ സന്തോഷിച്ചു. കാരണം നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലത്തേക്ക് പോകും, അവിടെ കൊണ്ടുപോയി നമ്മൾ ഏൽപ്പിക്കുമെന്ന SNDP യൂത്ത് മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി അർജുൻ അരമുറി, NSS കരയോഗം പ്രസിഡന്റ് PP മുകുന്ദൻ, സെക്രട്ടറി കൃഷ്ണൻ, ധീവരസഭ കരയോഗം പ്രസിഡന്റ് സനിൽകുമാർ, CG പ്രതാപൻ, KPMS ജോയിന്റ് സെക്രട്ടറി ഉണ്ണി ദേവദാസ്, കുടുംബി സേവാ സംഘം പ്രസിഡന്റ് രാജേഷ്, GSB ഗ്രാമസഭാ പ്രസിഡന്റ് മനോജ്, വൈശ്യസമാജത്തിനു വേണ്ടി അമൃത്, ഗണക മഹാസഭ താലൂക്ക് വൈസ് പ്രസിഡന്റ് NG കൃഷ്ണകുമാർ, വിശ്വകർമ്മ സഭയ്ക്ക് വേണ്ടി രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി സമുദായ സംഘടനാ പ്രവർത്തകർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിച്ചു. ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി PP മനോജ്, രക്ഷാധികാരി KK രാമകൃഷ്ണൻ, ഗജാൻജി MH ഭഗവത് സിംഗ് തുടങ്ങി നിരവധി ഹൈന്ദവ സംഘടനാ നേതാക്കളും പരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളുമടക്കം നിരവധി പേർ പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു. വിറകുകൾ കൊണ്ടാണ് ഇത് കത്തിക്കുന്നത്, അതല്ല എങ്കിൽ ചിരട്ട ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള വസ്തുക്കളാണ് സാധാരണയായിട്ട് നമ്മളുടെ മൃതശരീരം ദഹിപ്പിക്കുന്നവർ ചെയ്യുന്നത്. ഇത് ഓശാരമല്ല. നാം ഓരോ മൃതശരീരം കൊണ്ടുവരുമ്പോഴത്തേക്കും 4500 രൂപ ഒരു മൃതശരീരം ദഹിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ കെട്ടിവെക്കണം. ഹിന്ദുവിന്റെ റൈറ്റ്സ് ആണത്. ഹിന്ദുവിന് ലഭ്യമാകേണ്ട സംവിധാനമാണത്. നിശ്ചയം പോലെ എടുക്കണമെന്നുള്ളതിന് സംശയമില്ല. പക്ഷെ അതോടുകൂടി തന്നെ ഈ വിവിധ സമുദായ സംഘടനകൾക്ക് അല്ലെങ്കിൽ അവരിലെ കുറച്ച് സന്നദ്ധ സേവകർക്ക് ഇതിന്റെ മെയിന്റനൻസിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് സദാനന്ദൻ മാഷ് യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ കൊച്ചി. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.